ഇതാണ് ഞാൻ പറഞ്ഞ മലപ്പുറം. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് മലപ്പുറം വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഇൻവോൾവ്മെന്റ് ആണ്, ഈ താല്പര്യം. അത് തന്നെയാണ് നിങ്ങളുടെ MLA കാണിക്കുന്നത്. ഞാൻ രഹസ്യമായി KSRTC ജീവനക്കാരുമായി ആനേറയിലുള്ള സ്വിഫ്റ്റിന്റെ ഓഫീസിൽ മീറ്റിംഗ് നടക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കും. ഞാൻ നോക്കിയോ മീറ്റിംഗിനിടയ്ക്ക് ഇദ്ദേഹം കയറിയ. ഞാൻ പറഞ്ഞാൽ വരും, മീറ്റിംഗ് നിർത്തി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കാര്യം കേട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയില്ല, അദ്ദേഹത്തെ പറ്റി ഫേസ്ബുക്കിൽ എഴുതുന്നവർ മനസ്സിലാക്കുക. ഉബൈദുള്ള എന്ന് പറയുന്നത് ഒരൊറ്റ പിടിയാണ്. ഉടുമ്പ് പിടിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയും. പിടിച്ചാൽ അത് സാധിച്ചിട്ട് അദ്ദേഹം മാറുകയുള്ളൂ. ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ 5 കോടി കയറ്റി. ഈ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് കൃത്യമായി ഇതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടെന്ന് കാണിക്കും. എല്ലാ ആഴ്ചയിലും തിരുവനന്തപുരത്ത് വരുമ്പം ചുമ്മാ എങ്കിലും എന്നെ ഒന്ന് കാണും. പണി നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. എല്ലാം നന്നായി നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വന്നാൽ ഉടൻ പറയും. ആ ഒരു താല്പര്യം ഒരു MLA അതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നെ ഇതൊക്കെ എന്തിനാ? ഞാൻ ഇതുപോലെ എന്റെ നാട്ടിൽ ഇതുപോലെ ഒരു താലൂക്ക് ആശുപത്രി വിടാറില്ല. ഞാനിങ്ങനെ എപ്രാളപ്പെട്ട് കിപ്പിന്ന് പൈസ അനുവദിച്ചു, നടക്കുന്നില്ല ഒരു വിധത്തിൽ. തെക്കും മടങ്ങ് കിടന്ന് ഓടുമ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ എന്നോട് ചെന്തുവാടാ എന്ന് ചോദിച്ചെന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു താലൂക്ക് ആശുപത്രി, നീയൊക്കെ പുതിയ ഇവിടെ രാഷ്ട്രീയത്തിൽ അതൊക്കെ അതിന്റെ വരേണ്ട സമയത്ത് വന്നോളും, കറക്റ്റായിട്ട് നടക്കും, നീ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ വെപ്രാളം പിടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം വളരെ സാമൂഹ്യതയോടെ പറഞ്ഞു, നീ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അതൊക്കെ വരുന്ന സമയത്ത് വരും. കറക്റ്റായിട്ട് വന്നു, സാധനം വന്നു എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും കേട്ട് MLA തളരരുത്. MLA മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരോടും മെമ്പർമാരോടൊക്കെ ഞാൻ പറയാം, വളരെ മോശമായ ചില ആളുകൾ പറയാം, അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അവര് വീട്ടിലിരുന്ന് ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് ഫാനോ AC ഒക്കെ ഇട്ട് അതിരുന്ന് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ ആളിനെ പറ്റി ഫോർവേഡ് ചെയ്യും. വാട്സാപ്പ് പോലും ഇല്ലാത്തവരാണ് ഗണേഷ് കുമാർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അതെല്ലാം കണ്ട് നമ്മൾ ദുഃഖിക്കാൻ നിന്നാൽ പിന്നെ ഒരിക്കലും ജീവിക്കാൻ ഒക്കില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു റോഡിന് വേണ്ടി 5 ലക്ഷം രൂപ അനുവദിച്ചു കൊണ്ടുവരാൻ ആ മെമ്പർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഈ എഴുതുന്ന ആളിന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. എത്രമാത്രം ഒരു MLA 5 കോടി രൂപ സർക്കാരിൽ നിന്ന് അനുവദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ അദ്ദേഹം പ്രസംഗിക്കും, ആരുടെയൊക്കെ കയ്യും കാലും പിടിക്കണം. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 24 വർഷമായ ഒരു MLA എന്ന നിലയിൽ ഞാൻ മാറി മാറി സർക്കാർ വരുമ്പോൾ ആളുകളെ കയ്യും കാലും, ഉദ്യോഗസ്ഥരുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഈ വികസനമെല്ലാം കൊണ്ടുവരുന്നത്. അല്ല വികസനം ഇനി താനേ വന്നോളും എന്ന് പറയേണ്ട, ഒരിക്കലും വരത്തില്ല. വികസനം ഒരിക്കലും താനേ വരത്തില്ല. പോയി തള്ളി കയ്യും കാലും പിടിച്ച് നമ്മുടെ മാനാഭിമാനങ്ങളെല്ലാം പണയപ്പെടുത്തി കയറി ഇറങ്ങിയാലും വരത്തുള്ളൂ, അല്ല വരത്തില്ല. ഇത് വളരെ എളുപ്പമുള്ള കാര്യം. അതിപ്പം വരുമല്ലോ, അതിങ്ങനെ വന്നല്ലോ, റോഡല്ലയോ, അത് വന്നോളും. അങ്ങനൊന്നും വരത്തില്ല. ഇത് കാണേണ്ടവരെ കണ്ട് കയ്യും കാലും പിടിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുവരാൻ വലിയൊരു പാടുണ്ട്. അതൊരു പഞ്ചായത്ത് മെമ്പറായാലും MLA ആയാലും MP ആയാലും അതിനുവേണ്ടി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ ജനങ്ങളായ നമ്മൾ അഭിമാനത്തോടെ കാണണം. കാരണം എന്താ പറയുക, നമ്മൾ തിരഞ്ഞെടുത്ത ആളാണ്. നമുക്ക് വികസനം കൊണ്ട് രാഷ്ട്രീയമുണ്ട്, വികസനത്തിൽ രാഷ്ട്രീയമില്ല. ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയമുണ്ട്, അത് കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല. എന്തിനാണ്? നാടിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ എനിക്ക് വോട്ട് ചെയ്തവരും എനിക്ക് വോട്ട് ചെയ്യാത്തവരും പത്തനാപുരത്തുണ്ട്. പക്ഷെ എല്ലാവരെയും ഞാൻ ഒരു കണ്ണിലൂടെ കണ്ടേ പറ്റുള്ളൂ. കാരണം അവരെ വേർതിരിച്ച് കാണാൻ എന്റെ കയ്യിലുണ്ടോ ഈ മെഷീനകത്ത് എന്തോ പോയെന്നുള്ളത്, ആരാ എനിക്ക് വോട്ട് ചെയ്തേ, ആരാ എനിക്ക് വോട്ട് ചെയ്തതല്ല എന്നറിയാൻ പറ്റത്തില്ല. അങ്ങനൊന്നും തിരിച്ചു കാണാനൊരു MLAക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. അതാണ് പൊതുപ്രവർത്തകൻ. അത് ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് രാഷ്ട്രീയമാണ്, ഇതൊന്നും നോക്കിയാലൊന്നും ഒരു പൊതുരംഗത്ത് നിൽക്കാൻ പറ്റൂല. അവൻ വീട്ടിൽ പോയിരിക്കാനേ അങ്ങനെ നോക്കുന്നവന്. 1-ാം റൗണ്ട് കഴിഞ്ഞ് 2-ാം റൗണ്ട് വീട്ടിൽ പോയിരിക്കാം. അങ്ങനെയൊന്നും നോക്കാനൊക്കത്തില്ല. എല്ലാവരുടെയും കാര്യങ്ങൾ ഇടപെടണം, എല്ലാവരെയും സഹായിക്കണം, എല്ലാവർക്കും പൊതുവായ ഗുണങ്ങൾ ഉണ്ടാകണം. ഒരു വ്യക്തികളെ സഹായിക്കുന്നതിനല്ല, പൊതുവായ ഗുണങ്ങൾ ഉണ്ടാകാനാണ് ഒരു MLA ശ്രമിക്കുന്നത്. മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത്, മലപ്പുറത്തിന്റെ ജില്ലാ ആസ്ഥാനത്ത് ഇത്രയും മനോഹരമായ ഒരു മന്ദിരം ഉണ്ടാക്കാൻ പരിശ്രമിച്ച ഒരാളെ പരമാവധി നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയാലെ അദ്ദേഹം ഇത് സാധിച്ചെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ, ഞങ്ങൾ ഒരുമിച്ച് MLA ആയി വളരെ നാൾ ഇരുന്നിട്ടുള്ള ആളാണ്. വളരെ ഇഷ്ടമുള്ള ആളാണ്. നിയമസഭയിൽ ഇടപെടലുകളുടെ കാര്യത്തിലും പ്രസംഗങ്ങളുടെ കാര്യത്തിലും നിയമനിർമ്മാണ ഭാഗങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന്റെ സജീവമായ പങ്കാളിത്തം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഉന്നയിച്ച നിയമനിർമ്മാണത്തിൽ അദ്ദേഹം സാധാരണ പ്രതിപക്ഷത്ത് വരുന്ന അങ്ങനെ എടുക്കാറില്ല. അദ്ദേഹത്തെ ഉന്നയിച്ച എല്ലാ ഭേദഗതികളും, വളരെയധികം ഭേദഗതികൾ ഉന്നയിച്ചതിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. ഗവൺമെന്റ് ആ ബില്ലിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കൊണ്ടുവരാൻ, ആ നിയമനിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്, താൻ ഉന്നയിക്കുന്ന വിഷയം ന്യായവും സത്യസന്ധതവും നാടിനു വേണ്ടിയുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല. അതാണ് നിയമസഭയിൽ നമ്മൾ അങ്ങനെ കാണും. കാരണം വെച്ചാൽ കൊണ്ടുവരുന്ന MLA ആരാണെന്നുള്ളതല്ല, അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഈ നിയമനിർമ്മാണത്തിൽ വളരെ സഹായകമാണ് എന്ന് തോന്നുമ്പോൾ അത് സ്വീകരിക്കാൻ മന്ത്രി തയ്യാറാകും. അതാണ് അതിക്കുറഞ്ഞൊരു രാഷ്ട്രീയമല്ല. അതാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്.
അല്ലാതെ ഞാൻ പ്രതിപക്ഷത്തു നിന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കേണ്ടെന്നല്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച അമെന്റ്മെന്റുകൾ, ഭേദഗതികൾ മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത്രയും കാര്യമായി കാര്യങ്ങൾ പഠിച്ച് പറയാൻ അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രമിക്കുന്നുണ്ട്, നിയമസഭാ സാമാജികൻ എന്ന ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഉബൈദുള്ളയുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ആരും ചോദ്യം ചെയ്യരുത്. സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. എന്നെ തന്നെ ഞാൻ പറയാം, ഒന്നുമില്ലെങ്കിലും ഒന്ന് കാണും. എന്തിനാണെന്നറിയാം? വെറുതെ എന്ത് വന്നത്, വെറുതെ ഒന്ന് കാണാൻ വന്ന ഒരൊറ്റ പോകാണ് തൊഴിൽ. ഇവിടെ കൂടെ കയറി അവിടെ കൂടെ ഇറങ്ങി പോകും. പക്ഷെ ആ ഒരു താല്പര്യം അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ തന്നെ ചോദിക്കും, എന്തായി മലപ്പുറത്ത്, എന്തായി മലപ്പുറത്ത്? ഞാൻ ഇന്ത്യയെ കാണുമ്പോൾ ചോദിക്കും, എന്തായി മലപ്പുറത്ത്? അത് വളരെ സന്തോഷത്തോടെ ആ നമ്പർ ഇട്ട് തരണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഉറപ്പുണ്ട്. അത് ഞാൻ ഏറ്റു, അത് ഇട്ട് തരും. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്, ഞങ്ങൾ ചെയ്യും. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തി. മറ്റ് പല സ്ഥലങ്ങളിൽ നമ്പർ ഇട്ടില്ല, അതിന്റെ പ്രതിസന്ധി KSRC അനുഭവിക്കുക. ഇവിടെ നമ്പർ ഇട്ട് തന്നു. അതെല്ലാ MLA-യുടെ ഒരു ആത്മാർത്ഥമായ സമീപനമാണ്. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ്. അദ്ദേഹം സംസാരിച്ചാൽ പറഞ്ഞു ഞാൻ കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ്, അദ്ദേഹത്തിന്റെ അഭിമാന ദിവസമാണ്. നമ്മളെല്ലാം അതിന്റെ കൂടെ നിന്നവരാണ് എന്നുള്ളത്. ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ പുരോഗതിയും അതിന്റെ രാഷ്ട്രീയമൊന്നും ഏത് പാർട്ടിയുടെ MLA ആണ് മലപ്പുറത്തുള്ളതെന്നല്ല നോക്കുന്നത്. മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ ബസ് ടെർമിനൽ ഉണ്ടായി. ഇതിനി 5 കോടി കൂടി ചെലവഴിക്കുമ്പോൾ ഇതിനുണ്ടാകാൻ പോകുന്ന പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇനി മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തൊരു ഘട്ടം കൂടി വേഗം തുടങ്ങാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ ഒരു ചടങ്ങിനെ എന്നെ ക്ഷണിച്ച് എന്നെ ഇവിടെ വരുത്തി ഘോഷയാത്രയിലും പങ്കെടുപ്പിച്ചു കുറച്ച്. അതാണ് ഉബൈദുള്ള. വണ്ടിയിലിരുന്നാളെ ഇറക്കി ഇച്ചിരി നേരം എന്റെ കൂടെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഒരു വേറെ ആവശ്യത്തിന് വേണ്ടി കളക്ടറുമായ ഒരു മീറ്റിംഗിന് വേണ്ടി പോയതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടുള്ള ക്ഷണം നിരസിക്കാൻ ആർക്കും കഴിയില്ല. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നല്ല സൗഹൃദം, ആത്മാർത്ഥമായ ഒരു ബന്ധം വെച്ചു പുലർത്തുന്ന ഒരു നല്ല ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഞാൻ എന്റെ സഹോദര തുല്യനായി കാണുന്നു. അദ്ദേഹത്തിന്റെ ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ട് ഈ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം